എനിക്ക് അസൂയ തോന്നി അവരോട്. അത്രയും നല്ലൊരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്താൻ അഹോരാത്രം പ്രയത്നിക്കുകയാണ്. 2 ആഴ്ചത്തോളായി സ്ഥിരമായി അവർ മാറി മാറി ഓരോരുത്തരും ഇങ്ങനെ ഇതിന്റെ പിന്നിലാണ്. അപ്പൊ അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യത്തിലാണ്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി അധ്യക്ഷത വഹിക്കുന്ന പി രാജൻ അവർകൾ, ഇൻവോൾവ് എന്ന സംഘടനയുടെ ചെയർമാനും ദശവാർഷിക സംഘാടക സമിതി ചെയർമാനും കൂടി ആയ സർ പി രാജൻ അവർകളെ സ്നേഹപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇതേപോലെ ഒരുപാട് തിരക്കുകൾക്കിടയിലും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും GMVPയിലേക്ക് വരാൻ സന്തോഷത്തോടെ താല്പര്യം പ്രകടിപ്പിക്കുന്ന നമ്മുടെ സ്നേഹമയിയായ ബഹുമാനപ്പെട്ട MLA സാറിനെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഈ ഒരു പരിപാടിയുടെ ആമുഖം അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ഇൻവോൾവിന്റെ പ്രസിഡന്റ് ശ്രീ മിഥുൻ ഹരിദാസ് TPയെയും സ്നേഹപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സ്മാർട്ട് TVയുടെ സ്വിച്ച് ഓൺ കർമ്മ നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഏത് പരിപാടിക്കും നിറസാന്നിധ്യത്തോടെയും നല്ല നിറഞ്ഞ ചിരിയോടുകൂടി എത്തുന്ന ശ്രീ അഷ്റഫ് സാറിനെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന പരിപാടിയിലേക്ക് സജീവ സാന്നിധ്യമായി നമ്മുടെ സ്കൂളിന്റെ GMVP സ്കൂളിന്റെ മാനേജർ എന്നുകൂടെ പറയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ LV രാമകൃഷ്ണൻ സാറിനെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നിറസാന്നിധ്യമായി ഏത് പരിപാടിക്കും സ്കൂളിലേക്ക് ഓടി വരുന്നതും സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി പല പരിപാടികളും നമ്മോട് ആസൂത്രണം ചെയ്ത് നടത്തണമെന്ന് പറയുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ AU സാറിനെ പ്രേമചന്ദ്രൻ സാറിനെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രൊജക്ട് അവതരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന സ്വരൂപ് രായരോത്ത്, പ്രൊജക്ട് കൺവീനർ ആൻഡ് ജോയിന്റ് സെക്രട്ടറി ഇൻവോൾവ്, അദ്ദേഹത്തെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന റഫീഖ് മലയിൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ മെമ്പറായ ശ്രീ നാണു പൂമുള്ളി, PTA പ്രസിഡന്റ് പ്രമോദ് OK, മുൻ അധ്യാപകനും GMVP തിരുവള്ളൂരിലെ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ KV പ്രേമ മാസ്റ്റർ, ദശവാർഷിക സമാപ്തി പ്രഖ്യാപനം നടത്തുന്ന ദീപേഷ് DR, അതുപോലെ നന്ദി അർപ്പിക്കുന്ന മിഥുൻ ദാസ് എന്നിവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ പി രാജൻ അവർകളെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ നമ്മുടെ നിയോജകമണ്ഡലം MLA കുഞ്ഞുമോൻകുട്ടി മാസ്റ്റർ, മണിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് മാസ്റ്റർ, നാണു കുമുള്ളി, നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രേമചന്ദ്രൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഹെഡ്മിസ്ട്രസ് ശ്രീമതി ദിവ്യ, സ്വരൂപ് രായരോത്ത്, പ്രമോദ്, KV പ്രേമ മാസ്റ്റർ, ദീപേഷ്, മിഥുൻ, സദസ്സിലെ ഗുരുജനങ്ങളെ, കുട്ടികളെ, പ്രിയപ്പെട്ടവരെ, ഇൻവോൾവ് എന്ന സംഘടന ഏതാണ്ട് 10 വർഷം മുമ്പേ വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ്. ഈ ഒരു സംഘടന
ആദ്യകാലത്ത് സമാന ചിന്താഗതിക്കാരായ ആ കാലഘട്ടത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ചവരുടെ ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. അന്ന് ആ കൂട്ടായ്മ അവരുടെ സുഖദുഃഖങ്ങളിൽ മാത്രം പങ്കുചേർന്നുകൊണ്ട് ഒരു സ്നേഹസമൃദ്ധമായ പരിപാടികൾ മാത്രം നടത്തിക്കൊണ്ട് വരുന്ന അവസരത്തിൽ സമൂഹത്തിന് ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആലോചന വരികയും അങ്ങനെ 2015 ഈ ഒരു സംഘടന സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ, അത് ആരോഗ്യ രംഗത്തായാലും ശരി, വിദ്യാഭ്യാസ രംഗത്തായാലും ശരി, അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളിലായാലും ശരി, അതിലൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറുകയായിരുന്നു. പോയ 10 വർഷങ്ങളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വടകര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഘടന നടത്തി വന്നിട്ടുണ്ട്. ഇന്ന് ഈ സംഘടനയിൽ 10-60 പേരുണ്ട്. ഈ 10-60 പേരെന്ന് പറയുന്നത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. ആ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മ ഇടയ്ക്കൊക്കെ അവർ ഓൺലൈനിൽ സമ്മേളിക്കുകയും സംവേദിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകീകരിക്കുന്നത്. ഇന്ന് ഇൻവോൾവിന്റെ ഒരു ഡസനിലധികം ആളുകൾ ഈ സദസ്സിലുണ്ട്. എവിടെ എന്ത് പരിപാടി വെച്ച് കഴിഞ്ഞാലും ഇവരൊരു സങ്കേതം അവിടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നാദാപുരം റോഡ് ബാഗ്ബടാനന്ദ പാർക്കിൽ വെച്ച് ഇതിന്റെ ദശവാർഷിക പരിപാടിയുടെ ഒരു സമാപനത്തോടനുബന്ധിച്ചുള്ള ഒരു വലിയ സമ്മേളനം നടക്കുകയുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇവരൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ട LP UP വിദ്യാലയങ്ങളിൽ അവരുടെ നിലവിലുള്ള പഠന രംഗവുമായി ബന്ധപ്പെടുന്ന ആധുനിക സംവിധാനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് ആവശ്യകതയുണ്ട് എന്ന് തോന്നുന്നവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ ചില നൂതനമായ പരിപാടികൾ ആധുനിക കാലഘട്ടവുമായി ബന്ധപ്പെടുത്തപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ചെയ്യുവാനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ വടകരയിലെ, അത് തോടന്നൂർ വിദ്യാഭ്യാസ ജില്ലയായാലും ചോമ്പാൽ ഉപജില്ല വിദ്യാഭ്യാസ ജില്ലയായാലും അതുപോലെ തന്നെ വടകര വിദ്യാഭ്യാസ ഉപജില്ലയായാലും ശരി, 10-12 സ്കൂളുകൾ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒരു സ്കൂൾ ഇന്ന് നമ്മളെ ഇവിടെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെടുന്ന തിരുവള്ളൂർ ഗവൺമെന്റ് മാപ്പിള സ്കൂൾ കൂടിയാണ്. ഈ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന സംവിധാനമാണ് എല്ലാ രംഗത്തും, അത് പഠന രംഗത്തായാലും ഭൗതിക സാഹചര്യങ്ങളിലായാലും. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ചില അപര്യാപ്തതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇലക്ട്രോണിക് സംവിധാനങ്ങളോടുകൂടി ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ ഒരു പരിപാടിയിൽ നമ്മുടെ നേരത്തെ തന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ HM അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപികമാരും അധ്യാപകരൊക്കെ വളരെ സ്നേഹപരമായ ഒരു സമീപനം കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ അതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാന്യനായ നമ്മുടെ MLA പ്രിയപ്പെട്ട കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ അവരോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ PP രാജൻ, ഈ ദശവാർഷിക പരിപാടിയുടെ ചെയർമാൻ, സ്വാഗതം ആശംസിച്ച ഹെഡ് മിസ്ട്രസ് ശ്രീമതി ദിവ്യ V, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ്, ശ്രീ K പ്രേമചന്ദ്രൻ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് വിശിഷ്ട വ്യക്തികൾ, നന്ദി രേഖപ്പെടുത്തുന്ന മിഥുൻ ദാസ്, ആമുഖ പ്രഭാഷണം നടത്തുന്ന മിഥുൻ ഹരിദാസ് PP, കൊച്ചുകൂട്ടുകാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ത്യക്കാകെ മാതൃകയാണ്, ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്.
ഇന്ത്യയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലുള്ള പ്രത്യേകത സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാർക്കും സൗജന്യമായി പഠിക്കാനും വളരാനും ഉയരാനുമുള്ള സന്ദർഭമുണ്ടായി എന്നതാണ്. ആ ഒരു പ്രത്യേകതയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. മറ്റു പല പ്രദേശങ്ങളിലും ഇന്നും കേരളത്തിലെ പോലെ എല്ലാ തലങ്ങളിലുമുള്ള സൗജന്യമില്ല എന്നതാണ് പ്രത്യേകത. ഇവിടെ അതുകൊണ്ട് തന്നെ ഏറ്റവും അവഗണിക്കപ്പെട്ട വിഭാഗം എന്ന് കരുതിയിരുന്ന മേഖലകളിൽ നിന്ന് പോലും ഉന്നത വിദ്യാഭ്യാസം നേടി ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 10 വർഷമായി ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അതിന്റെ ഫലമായി നേരത്തെ 2010 10 വർഷങ്ങൾക്കപ്പുറം 2016 മുമ്പേ പൊതുവിദ്യാലയങ്ങളെ പൊതുജനങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേകത ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും പഠന നിലവാരം ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ സ്കൂളുകളിലും പൊതുവിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അൺഎയ്ഡഡ് മേഖലകളോടുണ്ടായിരുന്ന അമിതമായ സ്നേഹം അത് കുറഞ്ഞു വരികയും പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. ഇത് ഏത് സർക്കാർ വിദ്യാലയങ്ങൾ എടുത്താലും പഴയതുപോലെ കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന ഓലഷെഡുകൾ ഇപ്പോഴില്ല. നല്ല കെട്ടിടങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഒട്ടുമിക്ക വിദ്യാലയങ്ങൾക്കും വന്നു കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കഴിവുകൾ കൂടി വിദ്യാഭ്യാസ മേഖലയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിലെത്താൻ കഴിയില്ല. PTA പങ്കുണ്ട്, രക്ഷിതാക്കളുടെ പങ്കുണ്ട്, വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പങ്കുണ്ട്. അവിടെയാണ് ഇൻവോൾവ്മെന്റ്, ഇടപെടലിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായകരമായ ഒരു നിലപാടാണ് സിഗ്നേച്ചർ പ്രോജക്ട്സ് എന്ന പേരിൽ ഈ ഇൻവോൾവ്മെന്റ് 10ാം വാർഷികത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിരിക്കുന്ന പരിപാടി എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. തീർച്ചയായും നമ്മുടെ ഈ സമീപ മണ്ഡലങ്ങളിലെല്ലാമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ഇതിനാവശ്യമായ പ്രത്യേകമായ സംവിധാനങ്ങൾ ചെയ്യുകയാണ്. ഇത് വളരെ പ്രയോജനപ്രദമാണ്. തീർച്ചയായും ഈ കുറ്റ്യാടി മണ്ഡലത്തിലെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ GMUPക്ക് ഈ സഹായം ഏറ്റവും പ്രയോജനകരമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇൻവോൾവിന് മേലിലും ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നൂതനമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് ഈ പ്രവർത്തനങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഇതുപോലുള്ള സംഘടനകളുടെ ഇടപെടൽ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും വലിയ രൂപത്തിൽ പ്രയോജനകരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെ ലഭിക്കുന്ന ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സ്കൂൾ അധികാരികൾക്കും കഴിയണം. ഇവിടെയുള്ള ഹെഡ്മിസ്ട്രസ് ആയാലും സഹാധ്യാപകന്മാരായാലും എല്ലാം തന്നെ സ്കൂളിന്റെ പരമാവധി സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിൽ ജാഗ്രതയായി പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും പറയുകയാണ്, ഇതുപോലുള്ള സഹായങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി കുട്ടികൾക്ക് ലഭ്യമാക്കണമെന്നാണ് പറയാനുള്ളത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം MLA എന്നുള്ള രൂപത്തിൽ ഈ മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും UP സ്കൂളിലും LP സ്കൂളിലും എല്ലാം തന്നെ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്കൂളുകളിലും ആ ലൈബ്രറി ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പല വിദ്യാലയങ്ങളിലും ലൈബ്രറി മനോഹരമായ അലമാരകളിൽ സൂക്ഷിച്ച് ഒരു കാഴ്ച വസ്തുവായി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. നൽകിയ പുസ്തകങ്ങൾ അതിന്റെ കെട്ടഴിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കാത്ത അപൂർവം ചില വിദ്യാലയങ്ങളും ഉണ്ട്
എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കിട്ടുന്ന സഹായങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ സ്കൂൾ അധികാരികൾ തയ്യാറാകണം. എന്നാലേ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രയോജനപ്രദമായി മാറും എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഏതായാലും ഇൻവോൾവിന്റെ 10 വർഷക്കാലമായി വടകരയിലും പരിസര പ്രദേശത്തും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഇൻവോൾവ് മേലിലും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഹലോ, നമ്മുടെ സ്കൂളിലെ പ്രതിനിധികളെ, പുതുപ്പണ SP സ്കൂൾ മാഷ് ഒന്നുകൂടെ വരണം. നമ്മുടെ TV-യുടെ കൈമാറും MLA AEOനും സ്കൂൾ പ്രതിനിധികൾക്കും കൈമാറിക്കൊണ്ട് ചെയ്യുക. MLA-ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ സംബന്ധിക്കാനുള്ളതുകൊണ്ടാണ് ആമുഖത്തിന് മുമ്പായി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പോൾ ആമുഖം നടത്താൻ വേണ്ടി മിഥുൻ ഹരിദാസിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഇൻവോൾവ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു സുദിനം നേരട്ടെ. വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഓർമ്മകളും സാമൂഹ്യ പാഠങ്ങളും മുൻനിർത്തി 2016 ജനുവരി 26-ന് വടകര ആസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഇൻവോൾവ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സംഘടന കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവ കേന്ദ്രവുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന 67ഓളം അംഗങ്ങളാണ് നിലവിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ള ഉന്നമനം, ചികിത്സാ സഹായങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ സജീവമായ സാന്നിധ്യം അറിയിക്കാൻ ഇൻവോൾവിന് സാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്താൻ കൃത്യമായ ഓഡിറ്റിംഗും ഇൻകം ടാക്സ് ATG രജിസ്ട്രേഷനും ഉള്ള സംഘടനയാണ് ഇത്. ഇൻവോൾവ് 10ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി 2025 ജനുവരി മുതൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. 2025 ജനുവരി 26-ാം തീയതി പയ്യോളി താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ നിരാമയം ഔഷധത്തോട്ടം സമർപ്പിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വടകര മേഖലയിലെ ഹരിതകർമ്മസേനകളെ ആദരിച്ചുകൊണ്ട് 2025 മാർച്ച് 1-ന് വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് ബഹുമാനപ്പെട്ട വടകര MLA ശ്രീ KK രമ വാർഷിക ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ബേസിക് ലൈഫ് സപ്പോർട്ട് വർക്ക്ഷോപ്പ്, സസ്റ്റൈനബിൾ ലിവിംഗ് ചാലഞ്ച്, ഫിറ്റ്നസ് ചാലഞ്ച്, ഇൻവോണം കുടുംബസംഗമം, അറിവരങ്ങ് വടകര റീജിയണൽ ഇന്റർ സ്കൂൾ ക്വിസ് ഫെസ്റ്റിവൽ, ഇൻവോൾവ് അവാർഡ് യുവകവി അഖിൽ രാജന്, ദശാബ്ദ സന്ധ്യ കലാ സാംസ്കാരിക സംഗമം, ദശവാർഷിക സുവനീർ എന്നിവ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഈ ദശവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് നമ്മുടെ നാടിന് ഏറെ പ്രയോജനകരമാകുന്ന ഒരു സിഗ്നേച്ചർ പ്രോജക്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടത്താൻ തീരുമാനിച്ചത്. ഇതിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായ ഇടപെടൽ നടത്താനും UPU സ്കൂൾ തലത്തിൽ നൂതനമായ വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ ICT ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ലേണിംഗ് സൗകര്യങ്ങൾ ഒരുക്കാനും
തീരുമാനിച്ചു. UP സ്കൂൾ തലത്തിൽ 5, 6, 7 ക്ലാസുകളിൽ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി അധ്യാപകർക്കിടയിൽ നിന്നും ഫീഡ്ബാക്ക് സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന സ്മാർട്ട് ടിവികൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തി. ഈ സ്മാർട്ട് ടിവി ക്ലാസ് മുറികളിൽ സ്ഥാപിക്കുന്നത് വീഡിയോ പ്രദർശിപ്പിക്കാൻ മാത്രമല്ല, സാധാരണ സ്കൂളുകളിൽ കണ്ടുവരുന്നത് പോലെ ടിവി വെറും ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആക്കി മാറുന്ന രീതിക്ക് പകരമായി ഒരു ഇന്ററാക്റ്റീവ് സ്മാർട്ട് ലേണിംഗ് അന്തരീക്ഷം സൃഷ്ടിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിന് സഹായകമാകാൻ സ്മാർട്ട് ടിവിയോടൊപ്പം വൈഫൈ കീബോർഡും മൗസും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ഞങ്ങളുടെ ICT വെബ്സൈറ്റിൽ വിവിധ ഇന്ററാക്റ്റീവ് സിമുലേഷൻ ടൂൾസിന്റെയും വെബ്സൈറ്റിന്റെയും ലിങ്കുകൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ പോർട്ടൽസ് ആയ ദീക്ഷ, വെർച്വൽ ലാബ്, PM വിദ്യ, പാഠശാല, വിക്ടേഴ്സ് തുടങ്ങിയ വെബ്സൈറ്റുകളും കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ നൂതനമായ പ്ലാറ്റ്ഫോമുകളുടെ വിപുലമായ ശേഖരവും ICT വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൊളറാഡോ യൂണിവേഴ്സിറ്റിയുടെ ഫെറ്റ് സിമുലേഷൻ ടൂൾ, ബയോമാൻ ബയോ ഇന്ററാക്റ്റീവ് ഗെയിമിംഗ് ടൂൾ ബയോളജി പഠിക്കാൻ, എക്കോ കിഡ്സ് എൻവയോൺമെന്റ് സ്റ്റഡീസ് ടൂൾ, CK12 ലാബ് എക്സ്ചേഞ്ച് പോലുള്ള വെർച്വൽ ലാബ് സംവിധാനങ്ങൾ, ജിയോജിബ്ര ഏവർക്കും അറിയാവുന്ന പോലെ കണക്ക് ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടൂൾ എന്നിവ അധ്യാപകർക്ക് തങ്ങളുടെ പാഠഭാഗങ്ങൾ കൂടുതൽ ഫലപ്രദമായി അവതരിപ്പിക്കാനും കുട്ടികൾക്ക് അവ ആഴത്തിൽ ആസ്വദിച്ച് മനസ്സിലാക്കാനും സാധിക്കാൻ ഉതകുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ വടകര, ചോമ്പാല, തോടന്നൂർ ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും അനുയോജ്യമായ 6 സ്കൂളുകളെ കണ്ടെത്തുകയും അവരെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്മാർട്ട് ടിവികൾ എങ്ങനെ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം എന്ന് ഇൻവോൾവിന്റെ സർവേയിൽ കൂടി വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടെ അപേക്ഷിച്ച ഈ 6 സ്കൂളുകൾക്കും ഇന്ന് സ്മാർട്ട് ടിവി ഒരു ഇന്ററാക്റ്റീവ് സ്മാർട്ട് ലേണിംഗ് സംവിധാനത്തിലേക്ക് ഉയർത്തും എന്ന പ്രത്യാശ ഇൻവോൾവിനുണ്ട്. ദശാബ്ദ സംഖ്യയിൽ വെച്ച് ഈ 6 സ്കൂൾ അധികൃതരുമായും ഇൻവോൾവ് ധാരണാപത്രം MOU ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. UNCC ചെയർമാൻ ശ്രീ പാലേരി രമേശൻ ഫ്ലാഗ് ഓഫ് ചെയ്ത പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്നിവിടെ ബഹുമാനപ്പെട്ട കുറ്റ്യാടി MLA ശ്രീ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ നിർവഹിക്കുകയുണ്ടായി. ഈ നൂതന വിദ്യാഭ്യാസ വിപ്ലവത്തിൽ പങ്കാളികളാകുന്ന എല്ലാ സ്കൂളുകൾക്കും ഇൻവോൾവിന്റെ അഭിനന്ദനങ്ങൾ. നമുക്ക് ഒരുമിച്ച് ഒരു നല്ല വരും തലമുറയെ വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം. നമ്മുടെ മണിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണിയൂർ എന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോഴുള്ള അത് മനസ്സിൽ തെറ്റി വരുന്നതാണ്. അപ്പം ബ്ലോക്ക് പ്രസിഡന്റ് അഷറഫ് മാസ്റ്റർ നമ്മുടെ സ്മാർട്ട് ടിവി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കും. അഷറഫ് മാസ്റ്റർ സംസാരിക്കും. വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അധ്യക്ഷൻ രാജാക്കൻ, ഉദ്ഘാടകൻ കുന്നമൂട്ടി മാഷി, വേദിയിലും
സാഹചര്യമുള്ള എച്ച് എം ഉൾപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ടവർ 2016 സ്ഥാപിതമായി കഴിഞ്ഞ 10 വർഷമായി വടകര താലൂക്കിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇൻവോൾവ് എന്ന കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മനോഹരമായ കൂട്ടായ്മയാണ്. നേരത്തെ വിവിധ വിദ്യാലയങ്ങൾ ഒരേ സമയത്ത് പഠിച്ചിറങ്ങിയവർ വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ഒന്നിച്ച് പരിചയപ്പെട്ടവരെല്ലാവർക്കും കൂടി ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രൂപീകരിച്ചതെന്നാണ് മനസ്സിലാക്കിയത്. കോവിഡ് കാലത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ സഹായിക്കൽ, ശുചിത്വം തുടങ്ങി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ ചെറിയ കാലയളവിൽ ഏറ്റെടുത്ത് ഇൻവോൾവ് മുന്നോട്ട് പോയി. ഇതിലൂടെ സ്മാർട്ട് TV കുട്ടികൾക്കായി 6 സ്കൂളുകൾ ഈ വടകര, ചോമ്പാൽ, കോടമ്പൂർ സബ് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 സ്കൂളുകളിൽ അതിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഇൻവോൾവ് പോലുള്ള കൂട്ടായ്മ ഈ സമൂഹത്തിലെ വളർച്ചക്കനുസരിച്ച് വിദ്യാഭ്യാസം നേടിയ ആളുകൾ സമൂഹത്തെ വ്യത്യസ്ത രീതിയിൽ സഹായിക്കാൻ തുനിയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരുപാട് പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 ആളുകൾ തുടങ്ങിയപ്പോൾ 10-60 ആളുകളാണ്. അവരുടെ വരുമാനത്തിൽ ഒരു ഭാഗം നീക്കിവെച്ചാണ് പ്രധാനമായി ഇക്കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ 10-ാം വർഷത്തിൽ ഈ കൂട്ടായ്മയോട് എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ പ്രോജക്റ്റ് എന്നുള്ളത്. അതിൻ്റെ വിശദാംശം എന്താണെന്ന് എനിക്കറിയില്ല. ഈ കേരളീയ സമൂഹത്തിലുൾപ്പെടെ തിരുവള്ളൂരും പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആരും പുറത്തറിയില്ല. ഇപ്പോൾ ഇവിടെ രാജേട്ടൻ കൂടി നടത്തുന്ന ഒരു കോളേജ് കടത്തനാട് ഇവിടുത്തെ ഉദാഹരണമുണ്ട്. അടുത്ത ഫസ്റ്റ് ഇയർ ആയാലും കുട്ടി ഫീസ് അടക്കിയിട്ട് പഠനം തുടരാൻ കഴിയും. അച്ഛൻ കർഷക തൊഴിലാളിയാണ്, കിടപ്പിലാണ്, പ്രത്യേകിച്ച് വരുമാനമില്ല. അമ്മ തൊഴിലുറപ്പിന് പോയി മാത്രമാണ് കുടുംബം. ഒരു ഇളയരിയാണ്. കുട്ടി പഠനം നിർത്തുക, നന്നായി പഠിക്കും, പഠനം മുന്നോട്ട് പോകാൻ പറ്റും. ഞാനിപ്പോൾ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതൊക്കെ എൻ്റെ ശ്രദ്ധയിൽ വരുന്നു. ഞാനത് മാനേജ്മെന്റിനെ ബന്ധപ്പെടുന്നു, പ്രിൻസിപ്പളെ ബന്ധപ്പെടുന്നു. മുഴുവനായിട്ട് അവർക്ക് വഹിക്കാൻ പറ്റില്ല. അവർക്ക് ഇത് നടത്തിക്കൊണ്ടുപോകണം. വേറെ ചില ആളുകളെ സഹായത്തോട് കുട്ടി പഠിക്കുന്നു. ഞാനൊരു ഉദാഹരണം മാത്രം പറയുന്നതാണ്. ഇങ്ങനെ 100 കണക്കിന് ആളുകൾ വിദ്യാഭ്യാസം പിന്തള്ളപ്പെട്ടു. ഞാൻ മനസ്സിലാക്കിയത് ഇതിനുള്ള സെറ്റ് നടന്ന് നല്ല വിദ്യാഭ്യാസം ലഭിച്ച പലതരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. എല്ലാവർക്കും ഒരുപോലെ വലിയ ജോലിയൊന്നും അല്ലെങ്കിൽ വലിയ ജോലി ചെയ്യുന്ന ആളുകളും ഇതിലുണ്ട്. ഞാൻ പഠിപ്പിച്ച ആളുകളില്ല. അതുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളെ പ്രവർത്തനങ്ങളിൽ 10 കൊല്ലത്തേക്ക് 10 പേരെ ഇത് വളരെ കൃത്യമായിട്ട് ഏറ്റെടുക്കേണ്ടതുള്ളൂ. പിന്തള്ളപ്പെട്ടു പോകുന്നത് അല്ല. നമ്മൾ സഹായം രക്ഷിതാവിന് ബുദ്ധിമുട്ട് സഹായം വേണ്ടില്ല. ഫീസില്ലാതെ, യൂണിഫോം ഇല്ലാതെ, ഭക്ഷണം ഇല്ലാതെ പിന്തള്ളപ്പെട്ടു പോകുന്ന ആളുകളെ ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥ കൂടി ഈ 10-ാം വാർഷികത്തിൽ നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സ്മാർട്ട് TV 6 സ്കൂളുകളിലേക്ക് നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രേമേന്ദ്രൻ മാസ്റ്റർ സംസാരിക്കും. ബഹുമാന്യനായ സ്വാഗത പ്രസംഗിയ അച്ഛൻ, ഓണറബിൾ MLA അഷഫ് സർ, അധ്യക്ഷൻ മിസ്റ്റർ PP രാജൻ, മറ്റ് ഇൻവോൾവ് ഭാരവാഹികളെ, വാർഡ് മെമ്പർ, മറ്റ് ജനപ്രതിനിധികളെ, വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വളരെയധികം സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. നമ്മൾ സാധാരണ റിപ്പബ്ലിക് ഡേ
കുറച്ച് മധുരം കഴിച്ചു പോകുന്നതിന് ഉപരി ഒരു കൂട്ടം പ്രൊഫഷണൽസ് അടങ്ങിയ വളരെ നല്ലൊരു വിങ്, അവരുടെ ഒരു കൂട്ടായ്മയെ ഇൻവോൾവ് നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ അവരുടെ ഊർജം, കഴിവ്, സമയം, വിലയേറിയ സമയം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹത്തിന് എന്ത് പ്രയോജനം നമുക്ക് നൽകാം എന്നുള്ള രീതിയിൽ സംയോജിപ്പിച്ചിട്ടുള്ള ഈ പ്രവർത്തനം നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ 10 വർഷം കൊണ്ട് അവർക്ക് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി. ഇപ്പോൾ ഇവിടെ നൽകിയ സ്മാർട്ട് TV, അതിൽ നമ്മുടെ ആമുഖമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കുറേ സോഫ്റ്റ്വെയറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വൈഫൈ സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ സ്കൂൾ നമ്മുടെ തോടന്നൂർ സബ് ജില്ലയിലെ അധ്യാപക പരിശീലനങ്ങൾക്ക് വേദിയാകുന്ന സ്കൂളാണ്. ഇതൊരു നല്ലൊരു ഇൻ്ററാക്റ്റീവ് ടെർമിനൽ ആക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ പഞ്ചായത്ത്, ഇവിടുത്തെ തിരുവള്ളൂർ പഞ്ചായത്തുമായി കോർഡിനേറ്റ് ചെയ്ത് ഒരു ഇൻ്ററാക്റ്റീവ് ലേണിംഗ് ടെർമിനൽ, മോഡേൺ ആധുനിക എല്ലാ സംവിധാനമുള്ള ടെർമിനലാക്കി ഉയർത്താൻ വളരെ എളുപ്പം കഴിയും. കഴിഞ്ഞ ദിവസം നാദാപുരം ഗവൺമെൻറ് യു പി ആണെന്ന് തോന്നുന്നു, സുനിത വില്യംസുമായിട്ട് കുട്ടികൾ നേരിട്ട് സംവദിക്കുന്നത് കണ്ടു. അപ്പോൾ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു സെഷനെങ്കിലും ഈ ലേണിംഗ് ഫെസിലിറ്റിക്കായിട്ട് ലോകത്തെ വിവിധ സയൻറ്റിസ്റ്റുകളുമായിട്ട് അല്ലെ പ്രമുഖരായിട്ട് നേരിട്ട് ഇൻ്ററാക്ട് ചെയ്യാവുന്ന സ്മാർട്ട് ഇൻ്ററാക്റ്റിംഗ് ഹബ്ബാക്കി മാറ്റാൻ ഈ സ്കൂളിന് ചുരുങ്ങിയ ഒരു എഫേർട്ട് കൂടി ആവശ്യമുള്ളൂ. അതിനുള്ള അല്പം കൂടെ ചെറിയൊരു സാങ്കേതികതയുള്ള ചെറിയ സംവിധാനം ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റായ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ അഷ്റഫ് മാഷ് ലീഡർഷിപ്പിലുള്ള തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ഇവർക്ക് നമ്മുടെ ഈ ബ്ലോക്കിൽ വളരെയധികം വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്താൻ കഴിയും. കാരണം ക്ലാസ് മുറിയിൽ ഒതുങ്ങിയിട്ടുള്ള അധ്യാപനത്തിലെ ഉപരിയായിട്ട് കുട്ടികളെല്ലാം വളരെയധികം മൊബൈലിലൊക്കെ വളരെയധികം ഇൻ്ററാക്ഷൻ ചെയ്യുന്നവരാണ്. ടീച്ചേഴ്സിനേക്കാളും ചില മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ ഈ കുട്ടികൾക്ക് വിവരമുണ്ട്. ഇവരെ ശരിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയുന്നില്ല. അതിനുള്ള ഒരു സപ്പോർട്ടിംഗ് ഫെസിലിറ്റിയാണ് ഈ സ്മാർട്ട് ലേണിംഗ് ഫെസിലിറ്റി ആയിട്ട് ഇൻ്ററാക്റ്റീവ് ടെർമിനൽ. അപ്പോൾ എനിക്ക് ഇവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ കൊടുത്ത ഈ സ്കൂളുകളിലെ ഈ ഫെസിലിറ്റീസ് അതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. ചെറിയ കുറച്ച് ഉപകരണങ്ങൾ കൂടെ പ്രൊവൈഡ് ചെയ്ത്, ഇല്ലെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ വടകര വിദ്യാഭ്യാസ ജില്ലയിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊരു നാഷണൽ റെക്കഗ്നിഷൻ, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ വരുന്ന ഒരു സംരംഭമായി മാറും എന്ന് ഞാൻ ഇവരോട് പറയുകയാണ്. അതിനുള്ള എല്ലാവിധ എനർജിയുള്ള, എല്ലാവിധ പൊട്ടൻഷ്യാലിറ്റിയുള്ള ടീം ഇതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഇവർ ഉയരട്ടെ എന്നും നമ്മുടെ നാടിന് IT ലേണിങ്ങിൽ ഈ AI അധിഷ്ഠിത ലേണിങ്ങിലേക്ക് പോകുന്ന നമുക്ക് സ്കൂളുകൾക്ക് ഒരു സപ്പോർട്ടാവട്ടെ എന്നും ITX സ്കൂൾ പ്രോജക്റ്റ് പോലെ ഒരു വിപുലമായ നെറ്റ്വർക്ക് നമുക്കുണ്ട്, അതുമായി കോർഡിനേറ്റ് ചെയ്താൽ ഇവർക്ക് ഈ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചു നിൽക്കുന്നു. നന്ദി, നമസ്കാരം. അഷ്റഫ് മാസ്റ്റർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഈ പ്രൊജക്റ്റിന്റെ രൂപരേഖ എന്താണെന്ന് നമുക്ക് അത്രത്തോളം ഭാഷയില്ല. അതുകൊണ്ടുകൂടി ഈ പ്രൊജക്റ്റിന്റെ ഒരു വിവരണം നടത്താൻ വേണ്ടി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്വരൂപ് രാജോത്തിനോട് അപേക്ഷിക്കുന്നു. ഈ ഒരു പ്രൊജക്റ്റ് ഇൻവോൾവിൻ്റെ ICT ബേസ്ഡ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ളൊരു വിവരണം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചുമതല.
അതിലേക്ക് കടക്കും മുമ്പേ പറഞ്ഞതുപോലെ ഇൻവോൾ 10 വർഷങ്ങളായിട്ട് പല മേഖലകളിലും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികളെയും വിദ്യാഭ്യാസപരമായി പിന്നോട്ട് നിൽക്കുന്ന സാമ്പത്തികമായി ഇല്ലാത്ത കുട്ടികളെയൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. മറ്റ് കുട്ടികളുടെ കൺസിഡർ ചെയ്ത് നമ്മൾ അത്തരം പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. കോഴിക്കോട് ജില്ല ചൈൽഡ് വെൽഫെയറുമായി ചേർന്നിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങളൊക്കെ ഞങ്ങൾ മുമ്പേ കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാം. എന്തുകൊണ്ട് ഇൻവോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർഷം 10ാം വർഷത്തിൽ ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റ് ഇൻവോൾവിൻ്റെ ഭാഗമായി ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചു. അങ്ങനെ നമുക്ക് മനസ്സിലായത് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനം എല്ലാ മേഖലയിലും വളരെ മുന്നിട്ട് നിൽക്കുന്നതാണ്. ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. AI ബേസ്ഡ് ലോകമാണ്. സ്മാർട്ട് ലേണിംഗ്, ഇൻട്രാക്റ്റീവായിട്ടുള്ള ലോകമാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് എല്ലാ കുട്ടികളെയും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ സമയത്താൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങൾ ആദ്യം ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വടകര മേഖലയിലുള്ള 46 സ്കൂളുകളെ കണ്ടെത്തി അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 6 സ്കൂളുകൾക്കാണ് ഈ ഒരു സ്മാർട്ട് TV ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് UP സ്കൂൾ എന്നുള്ളത് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഹൈസ്കൂളുകളിലൊക്കെ പല മേഖലകളിലും നല്ല രീതിയിൽ സ്മാർട്ട് ലേണിംഗ് ഫെസിലിറ്റി ഓൾറെഡി വന്നിട്ടുണ്ട്. UP സ്കൂളുകളിലാണ് പല സ്കൂളുകളുണ്ടെങ്കിലും ഇനിയും ഇമ്പ്രൂവ്മെന്റ് വരേണ്ട ഏരിയ ഒരു UP സ്കൂളുകളാണ് എന്ന് മനസ്സിലായതിൽ നിന്നാണ് UP സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഒരു അനുഭവവേദ്യമായ രീതിയിൽ പഠിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് കുട്ടികൾ സ്മാർട്ട് ലേണിംഗ്, സ്മാർട്ട് ഡിവൈസസ് പഠിച്ചിട്ട് ആ ഒരു സാഹചര്യം ഇല്ലാതെ ഹൈസ്കൂളിൽ എത്തുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഗൂഗിൾ ഫോമൊക്കെ വെച്ച് എല്ലാ സ്കൂളിൻ്റെയും അഭിപ്രായമെടുത്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആയിട്ടാണ് സ്മാർട്ട് TV സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു 6 സ്കൂളുകളിൽ സ്മാർട്ട് TV, സ്റ്റെബിലൈസർ, വൈഫൈ, കീബോർഡ്, മൗസ് എന്നിവയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കുറേ റിസോഴ്സസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സ്കൂളിലെയും ടീച്ചേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ AEO പറഞ്ഞതുപോലെ നല്ലൊരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്ന കടമയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ഇൻവോൾവിൻ്റെ 1ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിലേക്ക് എന്ത് ചെയ്യാമെന്നുള്ള ആശയം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള അവസാനിക്കുന്നു. നമ്മുടെ ഒരു 2 മിനിറ്റ് വീഡിയോ. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ പൂമുള്ളിയാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വിദ്യാഭ്യാസം വേദിയിലുള്ള വിശിഷ്ടവ്യക്തികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു സൗഹൃദ കൂട്ടായ്മ എന്ന രൂപം കൊണ്ട ഇൻവേൾഡ് എന്ന ഈ സംഘടന വിദ്യാഭ്യാസപരമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഏറെ മുന്നിട്ട് നിൽക്കുകയാണ്. ഈ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. PTA പ്രസിഡന്റ് എൻ്റെ സുഹൃത്തും ആയിട്ടുള്ള മിസ്റ്റർ പ്രമോദ്. പ്രിയപ്പെട്ട HM, ആദരണീയനായ രാജേട്ടൻ, ബഹുമാനപ്പെട്ട TD MLA, പിന്നെ പതുകുട്ടി മാസ്റ്റർ, അഷ്റഫ് മാസ്റ്റർ, മാമു,
AU സാർ, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നിൻ്റെ പ്രഭാതം എന്ന് പറയുന്നത് തിരുവള്ളൂർ GMUPയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നവും സന്തുഷ്ടവുമാണ്. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഈ ദിനത്തിൽ ഭരണഘടനയെ നമ്മൾ മാറോട് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുള്ള പ്രതിജ്ഞ ഒന്നുകൂടി ഏറ്റെടുക്കുകയും തുടർന്നങ്ങോട്ട് 10 വർഷക്കാലമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന ഏറെ പ്രകടനപരത ഇല്ലാത്ത ഒരു സംഘടന തിരഞ്ഞെടുത്ത ഒരു സ്കൂൾ എന്നുള്ള നിലക്ക് GMUP അതിലേറെ അഭിമാനിക്കുകയാണ്. ലോകത്തിനോടൊപ്പം ഗ്ലോബലൈസേഷൻ എന്ന യുഗത്തിലേക്ക് നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന AI യുഗത്തിൽ ഈ തരത്തിലുള്ള സ്മാർട്ട് ടിവികളും കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ എബിലിറ്റി കൂടുതലായി പരിപോഷിപ്പിക്കാനുള്ള ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുകയും അതിലൂടെ കുട്ടികളുടെ ബുദ്ധിവികാസവും പഠനവികാസവും നേടിയെടുക്കാൻ ഉതകുന്ന രീതിയിൽ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചതിൽ ആദ്യമായി ഇൻവോൾവിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്. അതിൽ GMUPയെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണമെന്നുള്ളത് അതും വളരെ അഭിമാനകരമാണ്. നമ്മുടെ സ്കൂൾ വടകര താലൂക്കിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മുൻപേ മാറിയിട്ടുണ്ട്, ഇപ്പോൾ സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. പഠനകാര്യത്തിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും ഈ സബ് ജില്ലയിലെ ഏറ്റവും നല്ല ഒരു സ്കൂളായി നമ്മുടെ സ്കൂൾ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. AU സാർ പറഞ്ഞതുപോലെ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ആധുനിക സാങ്കേതിക വിദ്യ പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു ഹബ്ബായി നമ്മുടെ സ്കൂളിനെ മാറ്റാനുള്ള സംവിധാനത്തിൽ ജനപ്രതിനിധികളുടെ അതോടൊപ്പം പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ, MLAയുടെ ഒക്കെ സഹായത്തോടൊപ്പം ഇൻവോൾവിൻ്റെയും സഹായം ഞങ്ങൾ അങ്ങനത്തെ കാര്യത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദശവാർഷിക സമാപ്തി പ്രഖ്യാപനം നടത്താൻ വേണ്ടി DR ദീപേഷ്, ഞങ്ങളുടെ ജനറൽ കൺവീനർ കൂടിയാണ് സംഘാടക സമിതിയുടെ, ദീപേഷിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത MLA കുഞ്ഞുമുദത്തി മാഷ്, അതുപോലെ തന്നെ TV സ്വിച്ച് ഓൺ ചെയ്ത തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് മാഷ്, അപ്പോൾ നമ്മുടെ വേദിയിലുള്ള രാജേട്ടൻ, അതുപോലെ തോടന്നൂർ AEO, സ്കൂൾ ഹെഡ് ടീച്ചർ ദിവ്യ ടീച്ചർ, PTA പ്രസിഡന്റ് പ്രമോദേട്ടൻ, വാർഡ് മെമ്പർ നാണു കുമുള്ളി, അതുപോലെ ഇവിടെയുള്ള എല്ലാവരും. ഇൻവോൾവിൻ്റെ 10ാം വാർഷികം കഴിഞ്ഞ വർഷം ജനുവരി 26-ന് പയ്യോളി താലൂക്ക് ഹോസ്പിറ്റലിൽ ഔഷധ ഉദ്യാനം നൽകിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഒരു വർഷക്കാലമുള്ള പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ വിജിൻ ഹരിദാസ് ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ ഒരു സമാപന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. ദശവാർഷിക പരിപാടിയുടെ ഒരു ഔദ്യോഗികമായുള്ളൊരു സമാപന പരിപാടിയായി ഇത് പ്രഖ്യാപിക്കലാണ് നമുക്കുള്ളത്. ഈ ഒരു സമയത്ത് നമ്മളൊരു കാര്യം കൂടി പറയുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങളോടുകൂടി എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും ഞങ്ങളിൽ ഒരാളായി പ്രവർത്തിച്ച ഞങ്ങളുടെ സ്വന്തം സഹസംഘ ചെയർമാൻ രാജേട്ടനുണ്ട്. രാജേട്ടനോട് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്രി നന്ദിയാണുള്ളത്. അതുപോലെ തന്നെ എല്ലാ പരിപാടികളിലും നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദശവാർഷിക പരിപാടിയുടെ സമാപനമായിട്ട് ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ ഡെമോ ജസ്റ്റ് 2 minutes പ്ലീസ്.
ഇൻവോൾവിൻ്റെ ICT വെബ്സൈറ്റിൻ്റെ വിഷ്വലാണ് നിങ്ങൾ TV-യിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒത്തിരി ഇൻട്രാക്റ്റീവ് സിമുലേഷൻ ടൂളുകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. നമസ്കാരം. ICT ടൂൾസ് ഉപയോഗിച്ചുള്ള അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ക്ലാസിന്റെ ഒരു ഉദാഹരണം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ വൈദ്യുതിയുടെ ലോകം എന്ന പാഠഭാഗം അവതരിപ്പിക്കാൻ ഇന്ററാക്റ്റീവ് സിമുലേഷനുകൾ ICT ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. ഇത് ക്ലാസ് മുറിയിൽ കുട്ടികളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. വൈദ്യുതിയുടെ ലോകം പാഠഭാഗം ആരംഭിക്കുന്നത് വീട്ടിൽ ഒരു സന്ദർഭം മുൻനിർത്തിയാണ്. വീട്ടിലെ രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നമ്മൾ സാധാരണ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ക്ലാസ്സിലുള്ള ചർച്ചയ്ക്ക് ശേഷം എമർജൻസി ലാമ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നു. എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന ചർച്ചയിൽ നിന്നും വൈദ്യുതി സ്രോതസ്സുകളിലേക്കും വൈദ്യുതി രാസോർജമായി സൂക്ഷിച്ചു വെക്കാമെന്നും രാസോർജം വൈദ്യുതോർജമായി പിന്നീട് മാറ്റാൻ കഴിയുന്ന സംവിധാനമുണ്ടെന്നും അങ്ങനെ ബാറ്ററി ഓർക്കുന്ന ലോകത്തേക്ക് കുട്ടികളെ എത്തിക്കുകയും ചെയ്തു. ബാറ്ററി ഉപയോഗിച്ച് LED ബൾബുകൾ കത്തിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കുട്ടികളെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകുന്നു. ഇതിനായി പാഠഭാഗത്ത് 9 വോൾട്ട് ബാറ്ററി ചാലക കമ്പികളും LED മോഡ്യൂളും ഉപയോഗിച്ച് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ പാഠഭാഗത്ത് ഒഴുകുന്നവധി എന്താണെന്നും ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്നും ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണെന്നും ഓപ്പൺ സർക്യൂട്ട് എന്താണെന്നും ഉള്ള അറിവാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. സാധാരണ കുട്ടികൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ വീടുകളിൽ പോയി ബാറ്ററിയും LED ഒക്കെ ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ICT സിമുലേഷൻ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ ക്ലാസ് മുറികളിൽ നിന്നും തന്നെ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന അപ്പോൾ തന്നെ കുട്ടികൾക്ക് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഇതിനായി നമുക്ക് കൊളറാഡോ യൂണിവേഴ്സിറ്റിയുടെ ഇന്ററാക്റ്റീവ് സിമുലേഷൻ ഫോർ സയൻസ് ആൻഡ് മാത്സ് FET എന്നറിയപ്പെടുന്ന സിമുലേഷൻ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ICT വെബ്സൈറ്റിൽ ഉള്ള ലിങ്കിൽ നിന്നും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് ഗൂഗിൾ വഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യാവുന്നതാണ്. ഒഴുകുന്ന വൈദ്യുതി എന്ന പാഠഭാഗത്ത് വൈദ്യുതി ഒഴുകുന്നു എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടും വൈദ്യുതി അനുഭവിക്കുക എന്ന് പറയുന്നത് അപകടകരമായതുകൊണ്ടും സിമുലേഷൻ ടൂളുകൾ നമ്മുടെ സഹായത്തിന് എത്തുന്നു. ഈ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ സർക്യൂട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. സിമുലേഷൻ ടൂൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇടതുഭാഗത്ത് വിവിധ തരത്തിലുള്ള വയർ, ബാറ്ററി, ബൾബ്, റെസിസ്റ്റർ, സ്വിച്ച്, ഫ്യൂസ്, പേപ്പർ, സേഫ്റ്റി പിൻ, പെൻസിൽ, ഓയിൽ എന്നീ വിവിധ തരത്തിലുള്ള സാമഗ്രികൾ ഇടതുഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ളതായി കാണാം. വലതുഭാഗത്ത് ഒഴുകുന്ന കറണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇലക്ട്രോണുകൾ കാണിക്കാം, അല്ലെങ്കിൽ കറണ്ട് പോകുന്ന ഏറോമാർ ഡയറക്ഷൻ കാണിക്കാം. നമുക്ക് വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉപയോഗിച്ച് വോൾട്ടേജും കറണ്ടും അളക്കാം. പാഠഭാഗത്തിലുള്ള ആക്ടിവിറ്റി നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ബാറ്ററി ഉപയോഗിച്ച് LED കണക്ട് ചെയ്യുകയും എന്നാൽ ആ സർക്യൂട്ട് AB എന്ന 2 അറ്റവും ഉണ്ടാക്കി വെച്ചതായും കാണാം. പാഠഭാഗത്ത് പറയുന്നത് AB എന്ന 2 അഗ്രഭാഗത്ത് നമ്മൾ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് LED ബൾബുകൾ കത്തുക എന്ന് നിരീക്ഷിക്കാനും അത് പട്ടികയിൽപ്പെടുത്താനുമാണ്. ഈ സിമുലേഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വിവിധ തരത്തിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് AB എന്ന് പറയുന്ന 2 അഗ്രഭാഗങ്ങൾ യോജിപ്പിക്കാൻ ശ്രമിക്കാം. എപ്പോഴൊക്കെയാണ് ബൾബുകൾ കത്തുക എന്ന് കുട്ടികൾക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്നീ കൺസെപ്റ്റുകൾ കുട്ടികൾക്ക് വളരെ വ്യക്തമായി ഇതുവഴി മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ചാലകങ്ങൾ ഏതൊക്കെയാണെന്നും ഇൻസുലേറ്ററുകൾ ഏതൊക്കെയാണെന്നുള്ള വ്യക്തമായ ധാരണയെ കുട്ടികൾക്ക് സ്വയം മനസ്സിലാക്കാൻ അധ്യാപകർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇവിടെ സർക്യൂട്ടിൽ നമുക്ക് പേപ്പർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, കറണ്ട് ഒഴുകുന്നില്ല. ഇനി റബ്ബർ കണക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, കറണ്ട് ഒഴുകുന്നില്ല. അടുത്തതായി പെൻസിൽ കണക്ട് ചെയ്ത് നോക്കാം. പെൻസിലിന്റെ അഗ്രഭാഗം ഗ്രാഫ് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ബൾബുകൾ കത്തുന്നു. ഇനി സേഫ്റ്റി പിൻ കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ അവിടെയും കണ്ടക്ടറാണ്, അതുകൊണ്ട് കറണ്ട് ഒഴുകുന്നു. ഇനി കോയിൻ കണക്ട് ചെയ്ത് നോക്കാം. കോയിൻ ഒരു മെറ്റലാണ്, അപ്പോൾ കറണ്ട് ഒഴുകുന്നു. സർക്യൂട്ട് ക്ലോസ് ആവുന്നതുകൊണ്ട് കറണ്ട് ഒഴുകുന്നു. പേപ്പറും റബ്ബറും കണക്ട് ചെയ്യുമ്പോൾ, ഡിവൈസറും കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകുന്നില്ല. എന്നാൽ ചാലകങ്ങളായ പെൻസിൽ, ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ മെറ്റൽ പോലുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് പാഠഭാഗത്ത് സ്വിച്ചുകളുടെ ആവശ്യത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സർക്യൂട്ടുകളിൽ സ്വിച്ചുകൾ ഉൾപ്പെട്ട് നോക്കാൻ കുട്ടികളുണ്ട്.
നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി മിഥുൻ സി കെ, ജനറൽ സെക്രട്ടറി ഇൻവോൾവ്. നമസ്കാരം. ഇൻവോൾവിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സ്മാർട്ട് ലേണിംഗ് ഫെസിലിറ്റി കാർമാറുന്ന ചടങ്ങ് നമ്മൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്താൻ ഓർമ്മിക്കുന്നു. ആദ്യമായി നമ്മുടെ ഈ തിരുവള്ളൂർ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ ശ്രീമതി ദിവ്യ വി, നമ്മുടെ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ച ശ്രീ പി രാജേട്ടൻ നമ്മുടെ എല്ലാ പരിപാടികളുടെയും ഒരു ഗോഡ് ഫാദർ തന്നെയാണ്. 10th ആനിവേഴ്സറി പ്രൊജക്ടിന്റെയും വാഗ്ബടാനന്ദ പാർക്കിലുള്ള ഞങ്ങളുടെ പരിപാടിയിലെല്ലാം നിറസാന്നിധ്യമാണ്, ഞങ്ങളുടെ ഒരു വഴികാട്ടിയാണ്. പിന്നെ നമ്മുടെ ആമുഖ പ്രസംഗം അവതരിപ്പിച്ച ഇൻവോൾവിന്റെ പ്രസിഡന്റ് ശ്രീ മിഥുൻ അൽജാസ് TP, നമ്മുടെ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, സ്മാർട്ട് TV സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച TK അഷ്റഫ് അവർകൾ, തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ K പ്രേമചന്ദ്രൻ അവർകൾ, ഇൻവോൾവിന്റെ പ്രൊജക്ട് ബ്രീഫ് ചെയ്ത സ്വരൂപ് രായരോർ, തിരുവള്ളൂർ പഞ്ചായത്ത് മെമ്പർ ശ്രീ നാണു കുമുള്ളി, PTA പ്രസിഡന്റ് ശ്രീ പ്രമോദ് അവർകൾ, ഇൻവോൾവിന്റെ ദശവാർഷിക സമാപ്തി പ്രഖ്യാപനം നടത്തിയ ശ്രീ ദീപേഷ് ടിയ, പിന്നെ നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുവിടെത്തിയ എല്ലാ കുഞ്ഞു കൂട്ടുകാരികൾക്കും പ്രാർത്ഥന ചൊല്ലിയ നമ്മളെ നത്താലിയ ആയിരുന്നില്ലേ ഒരാള്, നത്താലിയും പിന്നെ മറ്റേ രണ്ട് കുഞ്ഞു കുട്ടികൾ. പിന്നെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവർക്കും ഞങ്ങളെ പരിപാടി ഇന്ന് ഒരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് പരിപാടി നല്ല ഭംഗിയാക്കി തീർത്തതിൽ തീരാത്ത നന്ദിയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ശബ്ദം ഫെസിലിറ്റീസ് ഒരുക്കി തന്ന ലിജിന ലൈറ്റ് സൗണ്ട്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. നമ്മളെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നമ്മളെ ഒരു സീഡ് പെന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സീഡ് പെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്ത പെന്നാണ്. അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ടാവും. ആ വിത്ത് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാടിക്കഴിഞ്ഞാൽ ആ വിത്ത് മുളക്കുന്നതാണ്. ഈ ഒരു ചടങ്ങ് ഇവിടെ സമാപിക്കുന്നു.